ഓണക്കാലത്ത് പൂക്കൾക്ക് പൊതുവെ വില കൂടുതലാണ്. ഈ വില വർധനവാണ് മല്ലപ്പള്ളി കരിക്കാട്ടൂർ CCSM-S സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സന്തോഷമായത്. സ്വന്തമായി സ്കൂളിൽ കൃഷി ചെയ്ത ബന്ദിപ്പൂക്കൾക്ക് വലിയ വില ലഭിക്കുന്ന സന്തോഷത്തിലാണ് അധ്യാപകരും കുട്ടികളും. പഠനത്തോടൊപ്പം ബന്ദിപ്പൂ കൃഷിയിലും മികവ് തെളിയിച്ചിരിക്കുകയാണ് CCM ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിക്കാട്ടുള്ള വിദ്യാർത്ഥികൾ. എന്തായാലും വലിയ മികച്ച വിളവാണ് അവർ നടത്തിയ കൃഷിയിൽ ലഭിച്ചിരിക്കുന്നത്. കുട്ടികൾ നമ്മുടെ ചേരുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പൂക്കൃഷി തുടങ്ങിയത്? കഴിഞ്ഞ വർഷം ഞങ്ങൾ കൃഷിയോടുള്ള ആഗ്രഹം പ്രിൻസിപ്പൽ സാറിനോടൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ ടീച്ചേഴ്സും എല്ലാവരും കൂടി ഞങ്ങൾക്ക് ഇത് ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൽ സജീവമായി സഹായിക്കാനും കൂടെ ചേരാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ധാരാളം കൃഷി രീതികളും അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ ഈ കൃഷിയിൽ 70 കിലോയോളം പൂ ഇപ്പൊ കിട്ടിയെന്നാണ് പറഞ്ഞത്, ശരിയാണ്? ശരിയാണ്. ഞങ്ങൾ കുറെ അധ്വാനിച്ച് ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ച് സാറും ടീച്ചറും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞങ്ങളുടെ ബോട്ടണി ടീച്ചറാണ് ബിനി ടീച്ചർ. ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറെ കാര്യങ്ങൾ കിട്ടുമെന്ന്. ആ വഴി ഞങ്ങൾ പഠിച്ച് പരിശീലിച്ച് കുറെ അധികം കിട്ടി ഞങ്ങൾക്ക്. സ്കൂളിലെ അധ്യാപകർ കൂടി നമ്മളോട് ചേരുകയാണ്. എന്തായാലും സ്കൂളിലെ പ്രിൻസിപ്പൽ നമ്മളിപ്പോൾ ചേരുന്നു. സാറേ, ഇത് കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഓണക്കാലമാണ്, വിപണിയിൽ ഈ പൂര് വില കിട്ടുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് കൊണ്ടുവരാനുള്ള എങ്ങനെയാണ് പ്രധാനപ്പെട്ട തീരുമാനം എടുത്തത്? സാറേ, ഞങ്ങളുടെ ഈ CMI വിദ്യാഭ്യാസ സ്ഥാപനം എല്ലാം തന്നെ നമ്മൾ മാർക്കിനേക്കാൾ ഉപരി കുട്ടികളെ പ്രകൃതിയോട് ഇണങ്ങി നല്ല വ്യക്തിത്വമുള്ള കുട്ടികളായി വളർന്നു വരണം എന്ന് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ പൂക്കൃഷി ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം സ്വല്പം താമസിച്ചു പോയി. അതുകൊണ്ട് ഏതാണ്ട് 22,000 രൂപകളെ നമുക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം ജൂൺ 5-ന് തന്നെ നട്ടു, കുട്ടികൾ വളവിട്ടു. പ്രധാനമായും ജൈവവളങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ കുട്ടികൾ പ്രതീക്ഷിച്ച വിളവ് കിട്ടി. പിന്നെ ഒരു സ്ഥലത്തെ കുറച്ച് കേടുവന്നു എങ്കിലും ഞങ്ങൾ മണിമല കൃഷി ഭവനുമായി ബന്ധപ്പെട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. കൃഷി രീതികൾ കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കാൻ ഇത്ര സംരംഭം കഴിയുന്നുണ്ടല്ലേ? അതെ സാർ, ഇത് വിവിധ കൃഷി രീതികൾ എന്തൊക്കെയാണെന്ന് ഈ കുട്ടികൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ തന്നെ ഒരു സ്വന്തം ഗാർഡനിലേക്ക് കൊണ്ടുവന്ന് ഇന്ന രീതികളിലൂടെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇലകളുടെ മുകളിലൊരു ചെറിയ സുഷിരങ്ങളുണ്ട്. ഇതൊക്കെ ഇവർ അതിലൂടെയാണ് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നത്. അതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴൊക്കെ അവർക്ക് അതെന്തിനാണെന്നൊക്കെ മനസ്സിലാകുകയും പിന്നെ 1-2 രോഗങ്ങളൊക്കെ നമ്മുടെ ഇതിനെ ബാധിച്ചായിരുന്നു. അതും ഞങ്ങൾക്ക് സാധ്യതയായിരുന്നു. ബന്ദി കൃഷിയെ ബാധിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതാണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും ആ ബാക്ടീരിയൽ വാട്ടം അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഉള്ള പ്രതിവിധി എന്ത്, ആ മരുന്ന് എന്ത് എന്നൊക്കെ കൃഷിഭവന്റെ സഹായത്തോടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും. മല്ലപ്പള്ളിയിൽ നിന്നും ശശി നാരായണൻ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.